ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. നിങ്ങൾ സ്റ്റഡീസ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ പഠിച്ച് എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം പഠിച്ച ചാപ്റ്ററിന്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയാൻ പറ്റുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യത്തെ രണ്ട് ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ചാർജസ് എങ്ങനെ ഇരിക്കുന്നു, റെസ്റ്റിൽ ഇരിക്കുന്നു, അതിന്റെ പ്രോപ്പർട്ടികളൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ചാർജ് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിപ്പിക്കുന്ന ചാപ്റ്ററാണ് മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് ചാർജസ് ആക്സിലറേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. അങ്ങനെ ചാർജസ് ആക്സിലറേറ്റ് ചെയ്ത് പോകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്. അങ്ങനെ ഒരു കണക്ഷൻ കൂടി ഉണ്ട്, അതാണ് സാർ പറഞ്ഞത്. സോ നമുക്ക് ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നീറ്റ് എക്സാമിനെ വെച്ച് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും. ഈ പ്രീവിയസ് ഇയറിലൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെയൊക്കെ ഒരു മാർക്കിനാണ്, ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒരു ആവറേജ് ആയിട്ട് ഒരു ഇയറിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 1 ക്വസ്റ്റ്യൻ ആണെന്ന് പറയാം. ഇപ്രാവശ്യവും നീറ്റ് എക്സാം നടന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള എഫേർട്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് കൊടുത്താൽ, നമ്മൾ കൃത്യമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി ആ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. റെഡി? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലേടാ. എല്ലാം കൃത്യമായി പഠിക്കുന്നുണ്ട്, ഫ്യൂച്ചറിന്റെ ക്ലാസ്സുകളൊക്കെ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ നന്നായിട്ട് പഠിച്ചോളുക, ടെൻഷനൊന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. കൃത്യമായിട്ട് ചാപ്റ്റർ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ റീനീറ്റിലേക്ക് പോകുന്ന സമയത്ത് വളരെ കോൺഫിഡന്റ് ആയിരിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലേടാ. യെസ്, കമോൺ. നമുക്കറിയാം, നമ്മൾ മൂവിങ് ചാർജസിൽ പഠിച്ചതാണ് ആംബിയർ സർക്യൂട്ട് ലോ എന്ന് പറയുന്നത്. എന്താണ് ആംബിയർ സർക്യൂട്ട് ലോ? ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എന്താണ്? μ0 I എന്നാണ്. അപ്പൊ ഒരു ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് μ0 I ആണ്. ഞാൻ ഫാരഡേ മാക്സ്വെൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി നോക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ എന്ത് ചെയ്തു, ഒരു വാരിയിങ് ആയിട്ടുള്ള ഒരു കറണ്ടിൽ എന്ത് ചെയ്തു, കോമ്പിനേഷൻ കണക്ട് ചെയ്തു. അവിടെ 2 ലൂപ്പ് എടുത്തു, ഒരു C1 ലൂപ്പും അതേപോലെ എന്താണ് C2 ലൂപ്പും എടുത്തു. അവിടെയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ആംബിയർ സർക്യൂട്ട് ലോയിൽ I എന്ന് പറയുന്നത് ആ എൻക്ലോസ് ചെയ്ത ലൂപ്പിന്റെ ഉള്ളിലൂടെ പോകുന്ന കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ C1 ലൂപ്പിലൂടെ പോകുന്ന കറണ്ട് എന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ C2 ലൂപ്പിലൂടെ ഈ ആംബിയർ സർക്യൂട്ട് ലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഉള്ളിലൂടെ എന്ത് പോകുന്നില്ല? കറണ്ട് പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ 2 ലൂപ്പും അടുത്തടുത്താണ് ഉണ്ടായിരുന്നതെങ്കിൽ, അവിടെ വളരെ അടുത്താണുള്ളതെങ്കിൽ ഇവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് ചുറ്റും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ എത്തുന്ന സമയത്ത് അവിടെ എന്തില്ല? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ ചിന്തിച്ചു, അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്, അവിടെ ഇൻകൺസിസ്റ്റൻസി ഇല്ലാതിരിക്കാൻ വേണ്ടി അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകാൻ വേണ്ടി അതിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറണ്ട് പോകുന്നുണ്ട്. ആ കറണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുക. അപ്പൊ മാക്സ്വെൽ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വരാൻ കാരണമാകുന്നത് എന്താണെന്ന് ചിന്തിച്ചു. സ്വാഭാവികമായിട്ടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ഒരു കറണ്ട് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ലൂപ്പിന്റെ ഉള്ളിലൂടെ എന്ത് പോകുന്നുണ്ട്? ഒരു കറണ്ട് പോകുന്നുണ്ട്. ആ കറണ്ടിനെയാണ് മാക്സ്വെൽ വിളിച്ചത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് കാരണമാകുന്നത് എന്താണ്? നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, ഇവിടെ ഒരു കപ്പാസിറ്റർ ആണ് നമ്മൾ കണക്ട് ചെയ്തതെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാർജസ് ഇങ്ങനെ ആ പ്ലേറ്റിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ചാർജസ് സ്റ്റോർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡിൽ വേരിയേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പൊ കാരണക്കാരൻ എന്ന് പറയുന്നത് അവിടെ എന്താണ്? ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഫ്ലക്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, ഫാരഡേ പറഞ്ഞു അവിടെ ഫ്ലക്സിലെ ചേഞ്ച് കൊണ്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോ മാക്സ്വെൽ ഇക്വേഷൻ പറഞ്ഞു, അവിടെ ഡിസ്പ്ലേസ് കറണ്ടിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് d∅E/dt എന്നാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും അവിടെ ഡയമെൻഷൻ സെയിം ആവണം. അതിന് വേണ്ടിയിട്ട് എന്ത് ε0 എന്നുള്ള വാല്യൂ അവിടെ പുട്ട് ചെയ്തു. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ് കറണ്ടിന്റെ എക്സ്പ്രഷൻ ആര് തന്നെ പറഞ്ഞു തന്നു? മാക്സ്വെൽ തന്നെ പറഞ്ഞു തന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് എന്താടാ? നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് അവിടെ മാക്സ്വെൽ ആംബിയർ സർക്യൂട്ട് ലോ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത് μ0 I കണ്ടക്ഷൻ പ്ലസ് I ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് വരിക.
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കണ്ടക്ഷൻ കറണ്ട് ഉണ്ട്, അതേപോലെ എന്തുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട്. വയറിലാണെങ്കിൽ അവിടെ കണ്ടക്ഷൻ കറണ്ട് മാത്രമാണ് ഉണ്ടാവുക. ഇനി രണ്ട് മീഡിയത്തിന്റെ എടുക്കുകയാണെങ്കിൽ, ആ ഡയലക്ട്രിക്കൽ ആണെങ്കിൽ, ആ മീഡിയത്തിൽ കപ്പാസിറ്റർ മീഡിയത്തിലാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പലതരത്തിൽ ഇക്വേഷനെ മാറ്റി എഴുതാം. IC പ്ലസ് ആപ്സിലോൺ 0 d∅e/dt എന്ന് എഴുതാൻ വേണ്ടി പറ്റും. പ്രയാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ID എന്ന് പറയുന്നത്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്, ആപ്സിലോൺ 0 d∅e/dt എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്താണ്, E.A എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടെ എന്ത് എഴുതാണ്, ആപ്സിലോൺ 0 d/dt ഓഫ് E.A എന്ന് എഴുതാണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്, ഇലക്ട്രിക് ഫീൽഡിനെ പൊട്ടൻഷ്യൽ ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ V/d എന്ന് പറയുന്നതാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക. ഞാൻ അത് അവിടെ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക, ആപ്സിലോൺ 0 d/dt ഓഫ് V/d എന്ന് ഞാൻ എഴുതി. പ്രയാസമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ കോൺസ്റ്റന്റ് ആണ്. ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള ദൂരം എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക ID ഈസ് ഈക്വൽ ടു ആപ്സിലോൺ 0 A/d dV/dt എന്ന് കിട്ടും. എന്താണ് ആപ്സിലോൺ 0 A/d എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ്. ഓക്കെ, അപ്പോ വേണമെങ്കിൽ ID ഈസ് ഈക്വൽ ടു C ഇൻറ്റു dV/dt എന്നും എഴുതാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് എത്താൻ വേണ്ടിയിട്ട് ഗോസസ് ലോ എന്താണെന്ന് അറിയാലോ, ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q/ε0. അങ്ങനെയാണെങ്കിൽ ഇവിടെ Q/ε0 എന്ന് എഴുതാം. Qനെ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി എഴുതാം, CV എന്ന് എഴുതാം. അങ്ങനെയാണ് ഡയറക്റ്റ് എന്ത് ചെയ്യാം, C പുറത്തേക്ക് എടുക്കാം, ε0 എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡിലൂടെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനിൽ എത്തിച്ചേരാം. പ്രയാസമുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമായിട്ട് ബന്ധപ്പെടുത്തി ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് നീറ്റ് എക്സാം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താലോ? വാ. യെസ്, നോക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റി ഈസ് ചാർജ്ഡ് by connecting to a battery through a resistor. If I is the current in the circuit, then in the gap between the plates എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ there is no current. ശരിയാണോ? കറണ്ട് ഉണ്ട്, ആ പ്ലേറ്റിന്റെ കറണ്ട്, അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്, തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വായിച്ചേ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു I ഫ്ലോയിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് I എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ടിന്റെ അതേ ഡയറക്ഷനിൽ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അതെന്താണ്, ശരിയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി കണ്ടക്ഷൻ കറണ്ട് എന്തിന് ഈക്വൽ ആണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് ഈക്വൽ ആണ്. അതിന്റെ അതേ, അല്ലെങ്കിൽ കണ്ടക്ഷൻ കറണ്ട് അതേ ഡയറക്ഷനാണ് ആർക്ക് വരിക, ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന് വരിക. മനസ്സിലായോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയേ, 2024 നീറ്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെഡി, അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടാലോ? ദാ വായിച്ചു നോക്കി. A parallel plate of capacitance 20 microfarad is being charged by a voltage source whose potential is changing at a rate of 3 volt per second. The conduction current through the connecting wire and the displacement current through the plate of the capacitor would be respectively എന്നാണ് ചോദ്യം. കുറച്ച് ക്ലെവർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അപ്പം തന്നെ ചിന്തിക്കും, നേരത്തെ സാർ പറഞ്ഞ കാര്യമുണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്തിന് ഈക്വലാ, കണ്ടക്ഷൻ കറണ്ടിന് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരൊറ്റ ഓപ്ഷനെ ശരിയാൻ ചാൻസ് ഉള്ളൂ. എന്താണ്, എ എന്നുള്ള ഓപ്ഷനെ ശരിയാൻ ചാൻസ് ഉള്ളൂ. കാരണം രണ്ട് വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ 0 വരുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള 3 ഓപ്ഷനിലുണ്ട്. എന്ന് പറഞ്ഞാൽ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഓപ്ഷനിലെത്തി. അങ്ങനെയാണെങ്കിൽ ഒന്ന് ചെയ്തിട്ട് നോക്കാം, ഇത് 60 മൈക്രോ ആംപിയർ കിട്ടുന്നുണ്ടോ. കാരണം നമ്മൾ അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യാന്നുള്ളത് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ആ 60 മൈക്രോ ആംപിയറിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാണ്. ഡയറക്റ്റ് പറയുകയാണെങ്കിൽ ഐഡിന്റെ ഇക്വേഷൻ എന്താടാ, ആപ്സിലോൺ 0 dV/dt അല്ലേ? യെസ്, ആപ്സിലോൺ 0 C dV/dt. C അവർ തന്നിട്ടുണ്ട്. എന്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആടാ, 10⁻⁻⁶. ഇനി dV/dt അവർ തന്നിട്ടുണ്ട്. എത്രയാടാ, 3. ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ 60 ഇൻറ്റു 10⁻⁻⁶, അതിനെയാണെങ്കിൽ 60 ഇൻറ്റു മൈക്രോ ആംപിയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ID ഈസ് ഈക്വൽ ടു 60 മൈക്രോ ആംപിയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ ആണോ? റെഡി. എന്തൊരു എളുപ്പമാടാ, ജസ്റ്റ് ആ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ടൈം ലാഭം കൂടി ഈ ക്വസ്റ്റ്യനിൽ കിട്ടുകയായിരുന്നു. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ദാ
ഇവിടെ എന്താ തന്നത്? ഒന്ന് ഡിസ്റ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഒന്ന് വായിച്ചേ. ടു പ്രൊഡ്യൂസ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഓഫ് 20 milli ampere in the space between the parallel plate capacitor of capacitance 4 microfarad, the rate of change of applied variable potential difference dv by dt must be എന്നാണ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് ഇതിലൊക്കെ എന്തൊരു എളുപ്പമാണ്. നമ്മൾ ആ ഒറ്റ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. എന്താ നമ്മൾ ഇക്വേഷൻ? id ഈസ് ഈക്വൽ ടു c ഇൻറ്റു dv ബൈ dt. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും ഈ 3 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് ആ ക്വസ്റ്റ്യൻ ആ ഒരു ഫോർമുല നിങ്ങളെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എനിക്ക് മനസ്സിലാകുന്നു. കാരണം നമ്മൾ ആ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് നമുക്ക് ചെയ്യാനുള്ള എന്തുകൂടി ചാൻസസ് കൂടി. അങ്ങനെയാണെങ്കിൽ dv ബൈ dt ആണ് നമ്മളോട് ചോദിച്ചത്. c ഈസ് ഈക്വൽ എന്താടാ? c ഈസ് ഈക്വൽ ടു id ഡിവൈഡഡ് ബൈ dv ബൈ dt. എന്തൊരു എളുപ്പം. id അവർ തന്നിട്ട് എത്രയാ? 2 into 10 raised to minus 3 milli ampere ആണ്. റെഡി? ഇനി ഡിവൈഡഡ് ബൈ dv ബൈ dt ഒന്ന് പറഞ്ഞേ. യെസ്, 4 മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താടാ? 4 into 10 raised to minus 6. കട്ട് ചെയ്താൽ പോവില്ലേ? എന്താ? -3 മുകളിലേക്ക് +3. അങ്ങനെയാണെങ്കിൽ 2/4 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 0.5 into 10 raised to minus 3. അങ്ങനെയുള്ള ആൻസർ എത്രയാണ് വരിക? 500 വോൾട്ട് പെർ സെക്കൻഡ്. എന്തൊരു എളുപ്പം അല്ലേ? EM വേവിൽ ഇൻവെസ്റ്റ് ചെയ്ത ടൈം നിങ്ങൾക്ക് വേസ്റ്റ് ആവും ഇല്ല. കൃത്യമായിട്ട് കുറച്ച് ഡിസ്ക്രിപ്റ്റീവ്സ് ആണ് സാർ പറഞ്ഞുതരാം. ഇനി പ്രോബ്ലം ആണെങ്കിലോ എന്താ? ഡയറക്റ്റ് ഇക്വേഷൻ വരുന്നു, അതിന്റെ അകത്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്തൊരു എളുപ്പമാടാ. യെസ്, അങ്ങനെയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്താലോ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ചെയ്യാണ്. ഇതാ പിടിച്ചോ. An AC source is connected to a capacitor C due to decrease in its operating frequency എന്നാണ് പറഞ്ഞത്. യെസ്, അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എന്താണ് വ്യത്യാസം വരിക എന്നാണ് ചോദ്യം. നോക്കിക്കോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കപ്പാസിറ്റർ AC സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കപ്പാസിറ്റർ അവിടെ ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ് പഠിച്ചില്ലേ? എന്താ പറയാ? Capacitive reactant. It is a resistance offered by the capacitor towards the flow of AC current. അങ്ങനെയാണെങ്കിൽ ACC ഇക്വേഷൻ എന്താടാ? ACC is equal to 1/c omega. ഒമേഗനെ വേണമെങ്കിൽ 1/c into 2πf എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? ഇനി ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ACC കുറയും. എന്ന് പറഞ്ഞാൽ ACC എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് കപ്പാസിറ്റർ ഉണ്ടാക്കുന്ന റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കുറയ്ക്കുന്നു, SC എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഓപ്ഷൻ തെറ്റുന്നു അല്ലേ? അങ്ങനെയാണ്. എന്താ ഇത് നോക്കടാ? കപ്പാസിറ്റി റിയാക്ടൻസ് കൂടുതലേ ചെയ്യുന്നേ. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഇനി രണ്ടാമത്തേത് റിമൈൻസ് കോൺസ്റ്റന്റ്. അങ്ങനെയാണെങ്കിൽ ഈ ഓപ്ഷൻ നമ്മൾ ടാറ്റ ബൈ ബൈ വേണ്ട. യെസ്, അടുത്ത പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇൻക്രീസസ് എന്നാണ് പറഞ്ഞത്. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഒന്ന് പറഞ്ഞേ. ഡിസ്പ്ലേസ്മെന്റ് കറന്റ് ഇക്വേഷൻ അറിഞ്ഞൂടെ? id is equal to വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഞാൻ എന്ത് ചെയ്യാണ്? റെസിസ്റ്റൻസ് എന്ന് എഴുതാണ്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതാണ്. കാരണം അവിടെ കണ്ടക്ഷൻ കറന്റ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. അങ്ങനെയാണ്. ബി നോക്കേണ്ട ആവശ്യമുണ്ടല്ലോ? ഇല്ല. പറഞ്ഞോ? മനസ്സിലായോ? കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഒന്ന് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞിട്ട് ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയിട്ട് ഒന്ന് എന്ത് ചെയ്തു? ടച്ച് ചെയ്തിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ദേ നോക്കിയേ. ദ ക്വസ്റ്റ്യൻ: A 100 resistance and capacitance of 100 ohm reactance are connected in series with a 220 volt source. When the capacitor is 50% charged, the peak value of the displacement current എന്നാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, അതേപോലെ ഒരു കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് കൂടി ഉണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്കറിയാം ഈ സർക്യൂട്ട് ഓഫർ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് വിളിച്ചത്. ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ ഓർമ്മയില്ലടാ? √R² + SC - XL. XL ഒന്നും ഇവിടെ ഇല്ല. അപ്പൊ എന്താ? SC ഹോൾ² എന്ന് എഴുതാൻ വേണ്ടി പറ്റും. രണ്ട് വാല്യൂ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടും കൂടി ഓഫർ ചെയ്യുന്ന ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയാടാ? √100² പ്ലസ് SC² എന്ന് പറഞ്ഞാൽ 100². എങ്ങനെയാണെങ്കിൽ എന്താണ് വരിക? 2 into 100² എന്ന് പറഞ്ഞാൽ എത്രയാടാ? 100 into √2. അതാണ് അവിടെ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? റെഡി? അങ്ങനെയാണ് നിങ്ങൾക്ക് ആ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് കാണണം. അങ്ങനെയാണെങ്കിൽ മാക്സിമം കറണ്ട് കാണാൻ നമുക്ക് മാക്സിമം
വോൾട്ടേജ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്, അതാണല്ലേ കിട്ടുക. പക്ഷേ ഇവിടെ തന്നത് എന്താ, ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട് അല്ലേ, a 220 വോൾട്ടേജ് സോഴ്സ് എന്നാണ് പറഞ്ഞത്. അത് റെഡിക്കും എന്താടാ VRMS ആണ്. VRMSും അതേപോലെ V0 പീക്ക് വോൾട്ടേജും തമ്മിൽ റിലേഷൻ ഉണ്ട്. എന്താ റിലേഷൻ പറയും? VRMS ഈസ് ഈക്വൽ ടു V0 ബൈ √2. അങ്ങനെയാണെങ്കിൽ V0 ഈസ് ഈക്വൽ ടു √2 ഇൻറ്റു VRMS. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് കൊണ്ട് ഇട്ടൂടെ? ഒന്ന് പറഞ്ഞു ആൻസർ. റെഡി? അങ്ങനെയാണെങ്കിൽ പറഞ്ഞു √2 ഇൻറ്റു VRMS എത്രയാടാ? 220. യെസ് 220 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാടാ? 100 ഇൻറ്റു √2. वो दोनों कैंसिल हो गया, √2 कैंसिल हो गया. എന്താ കിട്ടുക? 220 ഡിവൈഡ് ബൈ 100. എന്താ ആൻസർ വരിക? 2.2 ആംപിയർ. ഓപ്ഷൻ ഏതാടാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. പറഞ്ഞ മനസ്സിലായോ? കിട്ടിയോ? യെസ്, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, അത് മുന്നത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയിട്ട് ഒന്ന് എന്ത് ചെയ്തു, ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. റെഡി അല്ലേ? യെസ്, ദാ അടിപൊളി ക്വസ്റ്റ്യൻ, ഒരു ഡിഫറൻസിയേഷൻ ആയിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നിങ്ങൾ വായിച്ചു നോക്കിയേ. എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് സി ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ AC വോൾട്ടേജ് V given by V is equal to V0 sin omega t. The displacement current between the plates of the capacitor would then given by എന്നാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, V തന്നിട്ടുണ്ട് എത്രയാടാ? V0 sin omega t. ഒന്ന് പറഞ്ഞേ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കാണാൻ എന്ത് ചെയ്യും? പറയടാ, ഇക്വേഷൻ പറയേ. C ഇൻറ്റു dV by dt. C അവിടെയുണ്ട്, ഒന്ന് ഡെറിവേറ്റീവ് എടുത്താൽ പോരെ? ഒന്ന് ഡെറിവേറ്റീവ് പറഞ്ഞേ. V0 sin omega t. സൈൻ ഒമേഗയുടെ ഡെറിവേറ്റീവ് എന്താടാ? കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. അങ്ങനെയാണ് ആൻസർ എന്താ? സി ഇൻറ്റു V0 ഒമേഗ കോസ് ഒമേഗ ടി. ഏതാടാ ഓപ്ഷൻ? ബബിളിയടാ. യെസ്, എന്താ എളുപ്പം. ഈ ഒരൊറ്റ ക്ലാസ് മതി നിങ്ങൾക്ക് ഈ ഒരു കറണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം റീനീറ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഇതാവട്ടെ. റെഡി? യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടടാ. യെസ്, അടുത്തൊരു കൺസെപ്റ്റ് ആണ്. കൺസെപ്റ്റിൽ നമ്മൾ മാക്സ്വെൽ എന്ത് ചെയ്തു? മാക്സ്വെൽ ആംപിയറിന്റെ ലോ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ ലോസിനെയും മാക്സ്വെൽ എന്ത് ചെയ്തു? ഒരു കോർഡിനേറ്റ് ചെയ്തിട്ട് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് ഇക്വേഷൻ വെച്ചിട്ട് 4 ഇക്വേഷൻ എന്ത് ചെയ്തു? ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അത് 4 ഇക്വേഷൻ കൂടി പറയുന്നതാണ് മാക്സ്വെൽ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ചാപ്റ്റർ തുടങ്ങി ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് എ ക്ലൈമാക്സ് ഓഫ് ഓൾ ചാപ്റ്റേഴ്സ്. യെസ്, ഒന്ന് പറഞ്ഞേ. ഫസ്റ്റ് ഇക്വേഷൻ നിങ്ങൾ എവിടെയാടാ പഠിക്കുന്നത്? ഫസ്റ്റ് ഇക്വേഷൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡിൽ പഠിച്ചതാ. ഒന്ന് പറഞ്ഞേ. ഗോസസ് ലോ. ഒന്ന് പറഞ്ഞേ. ഗോസസ് ലോ എന്താ? ഇറ്റ് ഈസ് എ സർഫസ് ഇന്റഗ്രൽ ഓഫ് E dot ds ഈസ് ഈക്വൽ ടു Q by epsilon 0. ഗോസസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ? ഒന്ന് പറഞ്ഞേ. ഇതേ ഗോസസ് ലോ മാഗ്നറ്റിസത്തിലുണ്ട്. ഒന്ന് പറഞ്ഞേ. സർഫസ് ഇന്റഗ്രൽ ഓഫ് B dot ds ഈസ് ഈക്വൽ ടു 0. അല്ലടാ, ഈ മാഗ്നറ്റിസം പഠിച്ചില്ലേ? മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞ റീസൺ അല്ലേ ഇത്? അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തത് ഒന്ന് പറഞ്ഞേ. മൂന്നാമത് നമ്മൾ എവിടെയാ പഠിച്ചത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ ഫാരഡേസ് ലോ പഠിച്ചില്ലേ? EMF ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ചേഞ്ച് അല്ലേ? നെഗറ്റീവ് ഓഫ് d∅/dt എന്ന് പഠിച്ചിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാണ് EMF ഈസ് ഈക്വൽ ടു E dot dl എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഈസ് ഈക്വൽ ടു മൈനസ് d∅b/dt. പ്രയാസമില്ലല്ലോ. ലാസ്റ്റ് ആംപിയർ മാക്സ്വെൽ ആംപിയറിന്റെ ലോ എന്ത് ചെയ്തു? മാക്സ്വെൽ ഒന്ന് മോഡിഫൈ ചെയ്തു. ഒരു കറണ്ട് കൂടി ഉണ്ട്, ആ കറണ്ടിനെയാണ് കണ്ടക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഒരു ഇക്വേഷൻ എന്താണ്? ലൈൻ ഇന്റഗ്രൽ ഓഫ് B dot dl ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ ഒന്ന് ചിന്തിച്ചു. ഈ പറഞ്ഞ അവസാനത്തെ ഈ രണ്ട് ഇക്വേഷൻ ആണ് മാക്സ്വെലിനെ സ്ട്രൈക്ക് ചെയ്തത് എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടാവുന്ന വാരിയേഷൻ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ
ഐ ഡി എന്ന് പറയുന്നതിനെ ഞാൻ മാറ്റി എഴുതുകയാണെങ്കിൽ ആപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി എന്ന് എഴുതി കഴിഞ്ഞാൽ അവിടെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താ, ഇലക്ട്രിക് ഫീൽഡിൽ ഉണ്ടാകുന്ന ഫ്ലക്സിൽ ഉണ്ടാകുന്ന മാറ്റം അവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ മാക്സ്വെൽ എന്ത് ചെയ്തു, ഒരു ഇങ്ങനെ ഒരു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ കോ എക്സിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ രൂപത്തിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഒരു വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡിനെയും, ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡിനെയും പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മാക്സ്വെൽ അത് പറഞ്ഞു, അതിനെ കുറിച്ച് പ്രോപ്പർട്ടീസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനുശേഷം ഇതിന്റെ ഹെഡ്സ് വന്നിട്ട് എന്ത് ചെയ്തു, ഇ എം വേവ് എന്ത് ചെയ്തു, എക്സ്പെരിമെന്റിൽ ഡിസ്കവർ ചെയ്യുകയും ചെയ്തു. റെഡി? അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ഈ പിക്ചറിലേക്ക് നോക്കിയേ, ദ വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ്, ഇവിടെ ഒരു വാരിയിങ് മാഗ്നറ്റിക് ഫീൽഡ്, അതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്, ദാ ഇത് ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വാരി ചെയ്യുന്നു, ഇവിടെ എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വാരി ചെയ്യുന്നു. രണ്ടും എങ്ങനെയാണുള്ളത്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ ഞാൻ പറയാണ്, ഇതാ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ വാരി ചെയ്യുന്നു, ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇതാ ഇങ്ങനെ വാരി ചെയ്യുന്നു. അവർ രണ്ടുപേരും പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാ, നേരെ മുന്നിലേക്ക്. എന്ന് വെച്ചാൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. ഇവർ രണ്ടുപേരും എന്തിന് പെർപെൻഡിക്കുലർ ആണ്, പ്രൊപ്പഗേഷൻ ഓഫ് ദ വേവിന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ വേണമെങ്കിൽ പ്രൊപ്പഗേഷന് ഡയറക്ഷന് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഡയറക്ഷന് വേണമെങ്കിൽ ഈ ക്രോസ് ബി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. പ്രൊപ്പഗേഷൻ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഈ ക്രോസ് ബി ആണെന്ന് പറയാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാടാ പോവാ, ഇതാ നോക്കിക്കോ, വാരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഇതാ ഇങ്ങനെ, ഇയാൾ ഇങ്ങനെ, അങ്ങനെയാണ് എങ്ങനെയാ, ഇതാ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു, വേവ് ഇങ്ങനെ മുന്നിലേക്ക് വരുന്ന കഥ. റെഡി? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇക്വേഷൻ കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താ, ഈ വൈ ഡയറക്ഷനിൽ എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ E0 സൈൻ kx മൈനസ് ഒമേഗ ടി. ഇനി വേണമെങ്കിൽ കെനെ വേണമെങ്കിൽ ഇറ്റ് ഈസ് എ പ്രൊപ്പഗേഷൻ കോൺസ്റ്റന്റ് 2π/λ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഒമേഗനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം, 2π/t എന്ന് എഴുതാം, അല്ലെങ്കിൽ 2πf എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി വേവ് പോകുന്ന വെലോസിറ്റിനെ വേണമെങ്കിൽ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം, ω/k എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നോക്കിയേ, kx പോസിറ്റീവ്, ഇവിടെ എന്താ, ω/t എന്താടാ, നെഗറ്റീവ് ആണ്. kx പോസിറ്റീവും ω/t നെഗറ്റീവ് ആണ്. ഒന്ന് പോസിറ്റീവ് ആണ്, എന്താണ് മറ്റേതെന്താണ്, ഒന്ന് പോസിറ്റീവ് മറ്റേതെന്താണ് നെഗറ്റീവ് ആണ്. അപ്പൊ രണ്ട് ഡിഫറെന്റ് സൈൻ അല്ലേ, അപ്പൊ ഡിഫറെന്റ് സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോ, നമ്മൾ പറയാണ് പോസിറ്റീവ് നെഗറ്റീവ് ആണ് വരുന്നെങ്കിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് ഡയറക്ഷനിലേക്കായിരിക്കും. അത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിന് അത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ ആംഗിൾ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ ഞാൻ പറയാണ്, രണ്ടും പോസിറ്റീവ്, രണ്ടും ഡിഫറെന്റ് സൈൻ ആണ് വരുന്നത്, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലേക്കാണ്. രണ്ടും സെയിം ആണ് വരുന്നതിൽ അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എങ്ങോട്ടേക്കാടാ, ആ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന വേവ് എങ്ങോട്ടേക്കാടാ, നെഗറ്റീവ് ഡയറക്ഷനിലേക്കാണ്. അതും കൂടി മനസ്സിലാക്കാം. ക്ലിയർ ആണോ പറഞ്ഞേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആയിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് പ്രോപ്പർട്ടീസ് സാർ പറയാണ്, വേവ് തന്നെ പറഞ്ഞു പോവുക. റെഡി? ഒന്ന് പറഞ്ഞേ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്സിലറേറ്റഡ് ചാർജ് ആണ്. സാറ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഒന്ന് എന്ത് ചെയ്യുന്ന ആക്സിലറേറ്റഡ് ചാർജസ് എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഓസിലേറ്റിംഗ് ഡൈപോൾ എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി അടുത്തൊരു കേസാണ് എന്താണ്, സർക്കുലർ മോഷനിൽ പോകുന്ന ചാർജസ് എന്ത് ചെയ്യും, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മൾ ആറ്റംസ് എന്നുള്ള ചാപ്റ്ററിലൊക്കെ ഇൻസ്റ്റബിലിറ്റി, അതായത് ആറ്റംസിന്റെ ഇൻസ്റ്റബിലിറ്റിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റുദർഫോർഡിന്റെ മോഡൽ അൺസ്റ്റേബിൾ അല്ലെങ്കിൽ പിന്നെ ഫെയിൽ ചെയ്തത് അതാണ്. സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അത് ആ ചാപ്റ്റർ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. റെഡി? അങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആക്സിലറേറ്റഡ് ചാർജസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് എന്തിന്റെ ആവശ്യമില്ല, മീഡിയത്തിന്റെ ആവശ്യമില്ല. റെഡി? ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും പെർപെൻഡിക്കുലർ ആണ്. ഇനി അത് ഓൾസോ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന് എന്ത് നാച്ചർ ഉള്ളത്, ഒരു ട്രാൻസ്വേഴ്സ് നാച്ചർ ആണുള്ളത്. ഇനി ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫേസ് എന്താണ്, സെയിം ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നോക്കിക്കോ, ഇവിടെ ഉണ്ടാകുന്നത് ആംഗിളും ഇവിടെ ഉണ്ടാകുന്ന ആംഗിളും എന്താണ്, സെയിം ആണ്. അപ്പൊ ചില ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ അതിന്റെ ഇത് ഉപകാരപ്പെടും. റെഡി? ചിലപ്പോൾ നിങ്ങളോട് പറയാണ്, ഇവര് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ മനസ്സിലാക്കുക, ഇവിടെ ആംഗിൾ രണ്ടും എന്ത് ചെയ്യില്ല, മാറൂല. അത് അതേപോലെ എഴുതി വെച്ചാൽ മതി. ചില നീറ്റ് എക്സാമിന് ചോദിച്ച സമയത്ത് ആംഗിൾ വെച്ചിട്ട് ബബിൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. റെഡി? നോക്കടാ,
അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. അവിടെ വേവ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഒരു ഫ്രീ സ്പേസിൽ എയറിലൂടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ വേഗത എത്രയാടാ? നമ്മളെ ലൈറ്റ് അല്ലേ, ആ ലൈറ്റ് എത്ര വേഗതയിലാടാ പോവുക? C= എന്താ 3 × 10⁸ m/s ആണ്. ഇനി ഏതെങ്കിലും മീഡിയം ആകുമ്പോൾ അവിടെ എന്ത് ചെയ്യും? വേഗതയിൽ വ്യത്യാസം വരും. വേഗതയിൽ വ്യത്യാസം വരുമ്പോൾ V= എന്തായിട്ട് മാറും? 1/√μ∈ ആയിട്ട് മാറും. അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം ചെയ്തിട്ട് μ = μ0 μr എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? അല്ലെങ്കിൽ ആപ്സിലോൺ = ε0 ε r എന്ന് എഴുതാൻ പറ്റില്ലേ റിലേറ്റീവ് പെർമിറ്റിവിറ്റിന്റെ കേസിൽ? എടാ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? റെഡി, μ/μ0 എന്ന് പറയുന്നതല്ലടാ μr എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മ്യൂനെ വേണമെങ്കിൽ μr × μ0 എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? അങ്ങനെയാണെങ്കിൽ ഇതേപോലെ ഒന്ന് പറഞ്ഞേ, ആപ്സിലോൺ = എന്താ? ε r × ε0 എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ? അങ്ങനെയാണ് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് ഇട്ടേ 1/√μr × μ0 × ε r × റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്താണേ. 1/μ0 ε0 × 1/√μr ε r. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? റെഡി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം 1/μ0 ε0 എന്ന് പറയുന്നത് എന്താണ്? 1/μ0 ε0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എന്നാണ് ഫ്രീ സ്പേസ്. അങ്ങനെയാണെങ്കിൽ അതിൽ എത്രയാണ്? C എന്നല്ല എഴുതല്. C= എന്താ? 3 × 10⁸. അങ്ങനെയാണെങ്കിൽ V= എങ്ങനെ എഴുതാം? C/μr ε r എന്ന് എഴുതാൻ വേണ്ടി പറ്റും. എന്താണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും അതേ റിലേറ്റീവ് പെർമിബിലിറ്റിന്റെയും റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതിനെ വിളിച്ച പേരാണത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പൊ V = C/n എന്ന് പറഞ്ഞ റിലേഷൻ കൂടി ഉണ്ട്. മക്കളെ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കണേ. കാരണം ഇത് മുന്നേ പ്രീവിയസ് ഇയർ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻസിനെ സാർ എന്ത് ചെയ്തു? കണ്ടന്റ് ആയിട്ട് പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയ റിലേഷനും കൂടി ഉണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. വേണമെങ്കിൽ സീനെ വേണമെങ്കിൽ E0/B0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. റെഡി, = 1/√μ0 × ε0. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രൊപ്പഗേഷനായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അതിന് മുന്നിലായിട്ട് ഒരു ചെറിയ കാര്യം കൂടി പറയണം. കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അതേപോലെ എന്തുണ്ട് അവിടെ എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ അവിടെ ഉണ്ടാകുന്ന എനർജി എന്ത് ചെയ്യുന്നു? ഈക്വലി ഇലക്ട്രിക് ഫീൽഡും എന്ത് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡും ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും എന്താണ്? എനർജി എന്തായിരിക്കും? ഇവിടെ സെയിം ആയിരിക്കും. എനർജിയുടെ വാല്യൂ എത്ര വരിക? 1/2. ഇലക്ട്രിക് ഫീൽഡ് എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിന്റെ എനർജി എന്ന് പറയുന്നത് UE എന്നത് ഞാൻ എഴുതാണ്. UE എന്ന് എഴുതാണ്. എനർജി ഡെൻസിറ്റി, എനർജി അല്ല എനർജി ഡെൻസിറ്റി. എനർജി ഡെൻസിറ്റി എത്രയാ? 1/2 × ε0 E⁻² എന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ E⁻MS എന്ന് പറയുന്നത് എന്താടാ? E⁻MS = E0 എന്താടാ? √2 ആണ്. അത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? 1/2 × ε0 E0² /√2 സ്ക്വയർ എന്താടാ? 2. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ കിട്ടുക? 1/4 ε0 E0². ഇതേപോലെ തന്നെ ഈക്വൽ എനർജി ആര് ക്യാരി ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ക്യാരി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ UB എന്ന് പറയുന്നത് എന്താണ് വരിക? 1/2 × μ0 താഴെ BRMS എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ 1/2 × μ0 B0² /2 that's equal to 1/4 μ0 B². പറഞ്ഞു മനസ്സിലായോ? റെഡി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എങ്ങനെയാണ് വരിക? രണ്ടും കൂടി ആഡ് ചെയ്താൽ ε0 E⁻MS² എന്ന് എഴുതാം. അല്ലെങ്കിൽ അതേ സ്ഥാനത്തിന് എന്ത് ചെയ്യുക? BRMS² /μ0 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതേപോലെ തന്നെ ഇതിനെ പീക്ക് വാല്യൂവിന്റെ ടേംസിലാണ് എഴുതുന്നെങ്കിലോ 1/2 ε0 E² 1/2 μ0 B². എങ്ങനെയാണ്? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഇവിടെ രണ്ടാൾക്കാരും ക്യാരി ചെയ്യുന്ന എനർജി എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജും ഇവരും തമ്മിലുള്ള റേഷ്യോ എങ്ങനെയായിരിക്കും? ഇവരെ ഇൻഡിവിജ്വൽ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന എനർജിന്റെ ഡബിൾ ആയിരിക്കും ടോട്ടൽ ചാർജ്. നോക്കിയേ, അവിടെ 1/4, ഇവിടെ വരുമ്പോൾ 1/2. ക്ലിയർ അല്ലേ? ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യാനുണ്ട്.
ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്പോർട്ട് എ ലീനിയർ മൊമെന്റം, ദേ ട്രാവൽ ത്രൂ എ സ്പേസ്, ഫിസിക്കൽ എന്താണ് u/c എന്നാണ് വരിക. ഇനി അതേപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് നോട്ട് ഡിഫ്ലക്റ്റഡ് ബൈ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണ് നമുക്ക് ഈ പ്രൊപ്പഗേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്താലോ? യെസ്, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച്. ജസ്റ്റ് ഒരു പ്രോപ്പർട്ടിയാണ്, എന്തൊരു എളുപ്പമാണ്, 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ച്. ദ പ്രോപ്പർട്ടി വിച്ച് ഈസ് നോട്ട് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ട്രാവലിംഗ് ഇൻ എ ഫ്രീ സ്പേസ് ഈസ് ദാറ്റ് എന്നാണ് ചോദ്യം. പ്രോപ്പർട്ടി അല്ലാത്ത എന്താണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്? ദേ ട്രാവൽ വിത്ത് എ സ്പീഡ് ഈക്വൽ ടു 1/√μ0 ആപ്സിലോൺ. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അപ്പൊ പറഞ്ഞു വെച്ചിട്ടില്ലല്ലോ. യെസ്, ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ പേര് അടുത്ത ഓപ്ഷൻ ഒന്ന് വായിച്ചേ. ദേ ഒറിജിനേറ്റഡ് ഫ്രം എ ചാർജസ് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് ആണ്. ശരിയാണോ? ആണോ? അല്ല, തുടങ്ങിയത് അത് വെച്ചിട്ടാണ്. അതെന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ കിട്ടി. അപ്പൊ ബാക്കി രണ്ട് ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. ദേ ആർ ട്രാൻസ്വേഴ്സ് ഇൻ നാച്ചർ. ശരിയാണ് അല്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ their energy density is equal to the energy density of electric field is equal to energy density in magnetic field എന്നാണ് പറഞ്ഞത്. അത് എന്താണ്? ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓപ്ഷൻ ബി. ബാക്കി ഓപ്ഷൻ ഒക്കെ എന്താണ്? ശരിയാണ്. ആ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. പ്രശ്നമില്ലല്ലോ. യെസ്, ദാ ഇവിടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങളോട് പറയാണ് അവിടെ in an electromagnetic wave in a free space, the root mean square value of electric field ERMS is equal to 6 volt per meter എന്നാണ്. The peak value of magnetic field എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. അവിടെ നമ്മളോട് ചോദിച്ച ഓപ്ഷനിൽ പല ആൻസേഴ്സ് ഉണ്ട്. നമുക്ക് ഡൈവേർട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞുതരാം. ചോദിച്ചത് എന്താ? പീക്ക് വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അല്ലാണ്ട് VRMS അല്ല. നിങ്ങൾക്കറിയാം ഇവിടെ ERMS തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ E0 എത്രയാടാ? E0 എന്ന് പറയുന്നത് E0/√2 ആണ്. എന്ത് പറയുന്നത്? ERMS എന്ന് പറയുന്നത് E0 തന്നിട്ടുണ്ട് 6/√2 ആണ് വരിക അല്ലേ? റെഡി? ERMS 6 is equal to E0/√2. ഈ ഡിവൈഡ് ബൈ √2 അപ്പുറം പോകുമ്പോൾ എന്താവും? *√2. അപ്പൊ E0ന്റെ വാല്യൂ എത്രയാടാ? E0 is equal to 6 × √2. അപ്പൊ E0 is equal to 6 × √2. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റിലേഷൻ അറിയില്ലേ? C is equal to എന്താ? E0/B0. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇദ്ദേഹം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോട്ടെ, ഇയാൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങട്ടെ. പറയൂ. യെസ്, B0 is equal to E0/C. E0ന്റെ വാല്യൂ എത്രയാടാ? 6 × √2. ഇനി സിന്റെ വാല്യൂ എത്രയാടാ? 3 × 10⁸ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? 2 × √2 × 10⁻⁻8. √2ന്റെ വാല്യൂ എത്രയാടാ? 2 × 1.4 × 10⁻⁻8. 2 × 1.4 എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 2.8 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മളെ ഫൈനൽ ആൻസർ എത്രയാ? 2.83 × 10⁻⁻8 ടെസ്ല എന്ന് കിട്ടും. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? യെസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പല്ലടാ. ക്വസ്റ്റ്യൻ കിട്ടുന്നു, ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു ചോദ്യം വിടേണ്ട കാര്യമുണ്ടോ? യെസ്, ഇതാ നോക്കിക്കോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഇത് നമ്മൾ മാഗ്നറ്റിസം മാറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിട്ട് കണക്ട് ചെയ്യണം. ഒന്ന് വായിച്ചു നോക്കി. ദ റേഷ്യോ ഓഫ് റിലേറ്റീവ് പെർമിയബിലിറ്റി ആൻഡ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് എ യൂണിഫോം മീഡിയം ഈസ് 1:4 എന്നാണ് പറഞ്ഞത്. ദ റേഷ്യോ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓഫ് ആൻ EM വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദാറ്റ് മീഡിയം ഈസ് എന്നാണ് ചോദ്യം. അതിൽ ഈ μ0/ε0 തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 120 π എന്നാണ് വന്നത്. ഞാൻ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അവര് പറഞ്ഞത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? തന്ന ഡാറ്റ ഒന്ന് എഴുതട്ടെ. യെസ്, μr/ε0 എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആണോ? യെസ്. ഇനി കണ്ടുപിടിക്കേണ്ടത് അവര് പറയാണ് E/h എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നറ്റിക് ഇന്റൻസിറ്റി എന്താണെന്ന് കുട്ടിക്ക് അറിയണം. എന്താണ് മാഗ്നറ്റിക് ഇന്റൻസിറ്റിയെ നമുക്ക് B ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യണം, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യണം. എന്താ റിലേഷൻ എന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ B/h ആണ് മ്യൂ എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ മാഗ്നറ്റിസം മാറ്ററിൽ പഠിപ്പിച്ചിട്ടില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ H is equal to B/μ എന്ന് എഴുതാൻ വേണ്ടി പറ്റൂലേ?
ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഇടുകയാണെങ്കിൽ ഇ ഡിവൈഡഡ് ബൈ എച്ച് എത്രയാടാ ബി ബൈ മ്യൂ. ആ മ്യൂ എടുത്തേക്ക് പോവും, മുകളിലേക്ക് പോവും, മുകളിലേക്ക് പോയി, പ്രയാസം ഇല്ലല്ലോ. അപ്പോ ഇ ബൈ മ്യൂ ആണ് കിട്ടിയത്. ഇനി റെഡി, ഇ ബൈ ബി എന്ന് കിട്ടി. ഇനി ഞാനൊരു കാര്യം ചെയ്തിട്ട് ഇ ബൈ ബി എന്ന് പറഞ്ഞ എന്താടാ, ഇ ബൈ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അല്ലേ. അതിന് വേണമെങ്കിൽ 1/√ മ്യൂ ആപ്സിലോൺ എന്ന് എഴുതി കൂടി. അപ്പോ നോക്കുമ്പോ താഴത്തെ റൂട്ടിന്റെ മുകളിൽ മ്യൂ ഉണ്ട്, അത് രണ്ടും എന്താവും, കട്ടാവും. എങ്ങനെയാ വരിക, കട്ടാവും വെച്ചാൽ റൂട്ട് ആവും. ഒന്ന് പറഞ്ഞേ, റൂട്ട് ഓഫ് മ്യൂ ബൈ ആപ്സിലോൺ എന്ന് എഴുതി കൂടെ. ഇനി ഞാൻ ഇതിനൊന്ന് റിലേറ്റ് അല്ലെങ്കിൽ നമ്മളൊരു എയറിന്റെ ഫ്രീ സ്പേസ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. മ്യൂ ഈസ് ഈക്വൽ ടു മ്യൂ 0 മ്യൂ ആർ, ആപ്സിലോൺ ഈസ് ഈക്വൽ ടു ആപ്സിലോൺ 0 ഇൻറ്റു ആപ്സിലോൺ ആർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, പറയടാ. യെസ്, റൂട്ട് ഓഫ് മ്യൂ 0 ഇൻറ്റു ആപ്സിലോൺ മ്യൂ 0 ഇൻറ്റു മ്യൂ ആർ ഡിവൈഡഡ് ബൈ ആപ്സിലോൺ 0 ഇൻറ്റു ആപ്സിലോൺ ആർ. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് മ്യൂ 0 ബൈ ആപ്സിലോൺ 0 ഇൻറ്റു റൂട്ട് ഓഫ് മ്യൂ ആർ ബൈ ആപ്സിലോൺ ആർ. ഇനി നോക്കിയേ, ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. മ്യൂ 0 ബൈ ആപ്സിലോൺ 0 അവർ തന്നിട്ടുണ്ട്, മ്യൂ ആർ ബൈ ആപ്സിലോൺ ആർ അവർ തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് ഇട്ടൂടെ. ഇതാ നോക്കിക്കോ, ഇതാ ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. എത്രയാ, 120 പൈ അല്ലേ, 120 പൈ. ഇനി 1:4 ആണ്. ആദ്യം തുടക്കത്തിൽ പറഞ്ഞു എന്താ, റൂട്ട് ഓഫ് മ്യൂ ആർ ബൈ ആപ്സിലോൺ ആർ എന്ന് പറയുന്നത് 1/4 ആണ്. ഞാൻ അവിടെ കൊടുക്കാണ് 1/4 എന്ന് വന്നു. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുക, 30 എന്ന് കിട്ടില്ലേ. അപ്പൊ എന്താ, 30 പൈ ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പൈ ഈസ് ടു 1 എന്നുള്ളതാണ് ആൻസർ വരിക. അപ്പൊ ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ആയിട്ട് എന്ത് ചെയ്തു, മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആയിട്ട് കണക്ട് ചെയ്തു. റെഡി, അങ്ങനെ ഒരു എക്സ്പ്രഷൻ അറിയെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യും, ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെഡി അല്ലേ? യെസ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബബിൾ ചെയ്യാൻ തോന്നില്ലേ? നോക്കിയേ, സാർ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ദ റേഷ്യോ ഓഫ് ആവറേജ് ഇലക്ട്രിക്കൽ എനർജി ഡെൻസിറ്റി. അപ്പം തന്നെ ഇങ്ങനെ ഓടുകയാണ്, മൈൻഡിലേക്ക് ഇങ്ങനെ ഓടുകയാണ്. എത്രയാടാ അത്, ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയാടാ, ഞാൻ UE എന്ന് എഴുതാണ്. എന്താണ്, എനർജി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4 ആപ്സിലോൺ 0 E0 സ്ക്വയർ അല്ലേ. സാർ നേരെ ചെയ്തില്ലേ? റെഡി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എനർജി എത്രയാടാ, U ടോട്ടൽ എന്ന് പറയുന്നത്, എനർജി ഡെൻസിറ്റി ടോട്ടൽ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് എനർജി ഡെൻസിറ്റിന്റെയും അതേപോലെ മാഗ്നറ്റിക് ഫീൽഡ് എനർജി ഡെൻസിറ്റി സം അല്ലേ, രണ്ട് വാല്യൂ സെയിം അല്ലടാ വരിക. അങ്ങനെയാണെങ്കിൽ 1/2 ആപ്സിലോൺ 0 E0 സ്ക്വയർ അല്ലടാ വരിക. അതിന്റെ റേഷ്യോ എത്രയാടാ, ഇത് അതിന്റെ എത്ര ടൈംസ് ആണ്, ദ റേഷ്യോ ഓഫ് ആവറേജ് ഇലക്ട്രിക്കൽ ഡെൻസിറ്റി. അപ്പൊ എന്താടാ, കട്ട് ചെയ്യുക, എത്രയാടാ വരിക, 1:2 എന്ന് വരും അല്ലേ. റേഷ്യോ അല്ലേ ചോദിച്ചു, ആവറേജ് ഡെൻസിറ്റി ഇലക്ട്രിക്കൽ ഡെൻസിറ്റി ആൻഡ് ടോട്ടൽ അല്ലേ. അപ്പൊ എന്താ, 1/2 എന്ന് വരും, പകുതി അല്ലേ, ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ജെ മെയിനും ചോദിച്ച ക്വസ്റ്റ്യൻ, നീറ്റ് 20 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റെഡി. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. റെഡി. നോക്കിയേ, നമ്മൾ പ്രൊപ്പഗേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഒന്ന് വായിച്ചേ. ഫോർ എ പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ എക്സ് ഡയറക്ഷൻ, which of the following combination gives the correct possible direction for electric field and magnetic field എന്നാണ് ചോദ്യം. റെഡി. ഇനി ഒന്ന് നോക്കിയേ, അതായത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന, പെർപെൻഡിക്കുലർ ആയിട്ട്. അത് പ്രൊപ്പഗേഷൻ എന്താണ്, പെർപെൻഡിക്കുലർ ആണ്. നമുക്കൊന്ന് നോക്കിയാലോ. റെഡി. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, E ക്രോസ് B ആരുടെ ഡയറക്ഷൻ ആയിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടർ എന്തായിരിക്കും, പെർപെൻഡിക്കുലർ ആയിരിക്കും. എന്ത് വരിക, ആ ഒരു ക്രോസ് പ്രൊഡക്റ്റിന്റെ വെക്ടർ വരിക അല്ലേ. ക്രോസ് പ്രൊഡക്റ്റ് A ക്രോസ് B ചെയ്താൽ A വെക്ടറിനും B വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് വരിക, ആ വെക്ടർ വരിക. അപ്പൊ E ക്രോസ് B ചെയ്ത് കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ്, അത് ആ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് പെർപെൻഡിക്കുലർ ആണ്, ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്ത് ചെയ്യണം, ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഇത് ചെയ്യുന്നില്ല, ആൻസർ 0 ആണെന്ന് ഞാൻ പറയാണ്. എന്താ കാരണം, നോക്കിയടാ, ഈ വെക്ടറും സെയിം ആണ്. ഒരേ വെക്ടർ ആണെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്താടാ, 0 ആണ്. അപ്പോ ഒരേ വെക്ടർ A ക്രോസ് A എന്ന് പറയുന്നത് എന്താടാ, 0 ആണ്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്, വരൂല, കാരണം ക്രോസ് പ്രൊഡക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സാറേ ഇതും ഞാൻ എടുത്തു കളയും. എന്താ കാരണം, A ക്രോസ് -A ആണ് വരിക. അതെന്താ കാരണം, ഈ ഇവിടെ ഉണ്ടായിരുന്ന വെക്ടറിന്റെ നെഗറ്റീവ് വെക്ടർ ആണിത്.
അപ്പൊ ഇതും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ എവിടുന്ന് തുടങ്ങാണ്? ആദ്യത്തെ രണ്ട് ഒഴിവാക്കിയിട്ട് ഈ രണ്ടും ഒഴിവാക്കിയിട്ട് ബിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ക്രോസ് മൈനസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ് ചെയ്യണം. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ജെ ക്രോസ് ജെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം സെയിം വെക്ടർ. എന്തിനാണ് ക്രോസ് പ്രൊഡക്റ്റ്? ആൻസർ 0 ആണ്. പോട്ടെ, ദാ ഇവിടെ നോക്കിക്കോ, മൈനസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. എന്താണ് ആൻസർ? മൈനസ് മൈനസ് പോസിറ്റീവ് ആയി. ജെ ക്രോസ് കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? ഐ ക്യാപ് അല്ലേ? ഇനി അടുത്തത് കെ ക്രോസ് കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചെയ്യരുത്. എന്താ കാരണം? രണ്ടും സെയിം വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ കെ ക്രോസ് ജെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക? മൈനസ് ഐ ക്യാപ്പ് ആണ്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് ഓഫ് മൈനസ് ഐ ക്യാപ് അല്ലേ? കെ ക്രോസ് ജെ ചെയ്താൽ ഐ ക്യാപ് അല്ല മൈനസ് ഐ ക്യാപ് വരും. മൈനസ് മൈനസ് എന്താ അവിടെ? പ്ലസ് ആവും. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താ? ഐ ക്യാപ് പ്ലസ് ഐ ക്യാപ്. വെക്ടർ എന്താണ് കിട്ടുക? 2i എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ രണ്ട് വെക്ടർ എന്താടാ? പെർപെൻഡിക്കുലർ ആണ്. കാരണം ജെയും കെയും ഉണ്ട്. ജെയിലും കെയിലും കിടക്കുന്ന വേവ് എക്സ് ആക്സിന് എന്താടാ? പെർപെൻഡിക്കുലർ ആണ്. സോ ഓപ്ഷൻ എന്താടാ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? മനസ്സിലായോ? റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, നമ്മൾ ലാസ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. നമ്മൾ ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ കഴിഞ്ഞ നീറ്റ് എക്സാമിന് പോയ സമയത്ത് വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള നമ്മൾ പ്ലസ് ടുവിൽ കേട്ട് ഒന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന തരത്തിലായിരുന്നു ക്വസ്റ്റ്യൻ വന്നത് അല്ലേ? നമ്മൾ പറയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൽ ഡിഫറെന്റ് വേവ് ലെങ്ത്തിൽ എന്തുണ്ട്? ലൈറ്റുകൾ ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്പെക്ട്രം ആക്കി തിരിച്ചിട്ടുണ്ട്. ആ സ്പെക്ട്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന് ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റേഡിയോ വേവ് ആണ്, മറ്റേതെന്താ മൈക്രോ വേവ് ആണ്, മറ്റേതെന്താണ് ഇൻഫ്രാറെഡ് ആണ്, വിസിബിൾ ഉണ്ട്, അൾട്രാ വയലറ്റ് ഉണ്ട്, എക്സ്റേസ് ഉണ്ട്, ഗാമ റേസ് ഉണ്ട്. മുൻ വർഷങ്ങളിൽ ഇതിന്റെ ഫ്രീക്വൻസിന്റെ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതേപോലെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ ഈ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നുടാ? ഇസ് പ്രൊഡക്ഷനെ കുറിച്ചിട്ടാണ് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ടാബിളൊക്കെ അറിഞ്ഞിരിക്കണം. ഇനി ഇതിന്റെ പുറമെ ഇതിന്റെ യൂസസിനെ കുറിച്ചിട്ടും ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ യൂസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സർ ഇപ്പം കാണിക്കുന്ന സ്ക്രീനിൽ കാണിച്ച സാധനം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അതൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് ഇരുന്ന് പഠിക്കുക. ഒന്ന് പഠിക്കണ്ട, ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ മതി, അത് ബബിൾ ചെയ്യാൻ വേണ്ടി. റെഡി? അപ്പൊ ഒന്ന് പറഞ്ഞേ, ഞാൻ ഇതിന് വേവ് ലെങ്ത് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ വേവ് ലെങ്ത്തിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടാതെ പോയേക്കാം, ഫ്രീക്വൻസി കിട്ടാതെ പോയേക്കാം. ആ റേഞ്ചിൽ ഒന്ന് വായിച്ചു നോക്കുക. ഇനി കിട്ടിയില്ലെങ്കിലും ആ ഓർഡർ ഒന്ന് മനസ്സിലാക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്ന റേഡിയോ വേവ്, പിന്നെ വരുന്നത് എന്താ? മൈക്രോവേവ്, പിന്നെന്താ? ഇൻഫ്രാറെഡ്, പിന്നെ വരുന്നത് എന്താ? വിസിബിൾ ലൈറ്റ്, പിന്നെ വരുന്നത് അൾട്രാ വയലറ്റ്, പിന്നെ വരുന്നത് എന്താ? എക്സ്റേസ്, പിന്നെ വരുന്നത് എന്താ? ഗാമ റേസ്. ഈ ഓർഡർ ഒന്ന് പഠിച്ചു കാര്യം ലെക്സ് ഉപയോഗിച്ച് ഗുളിച്ചു. നിങ്ങൾക്ക് നിങ്ങളതായ ട്രിക്ക് ഉണ്ടാവും, ഓൾറെഡി ഉണ്ടാവും, അതൊന്ന് പഠിച്ചു വെച്ചാൽ മതി. അങ്ങനെയാണെന്ന് ഓർഡർ ഒന്ന് പറഞ്ഞേ. ദാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് ഫ്രീക്വൻസി എന്ത് ചെയ്യും? കൂടും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വേവ് ലെങ്ത് എന്ത് ചെയ്യും? കൂടും. അപ്പൊ ഏറ്റവും വേവ് ലെങ്ത് കൂടിയതാരാ? റേഡിയോ വേവ്സ്. ഏറ്റവും ഫ്രീക്വൻസി കൂടിയതാരാ? ഗാമ റേസ്. ഈ ഓർഡറിൽ എഴുതിയിട്ട് നിങ്ങൾ ഓർഡറിലാക്കാൻ വേണ്ടിയിട്ടും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ചെയ്യോ? റെഡി? അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് വായിക്കുക. റേഡിയോ വേവ്സ് ഈ റേഞ്ച് പഠിക്കുക. അത് എവിടെ നിന്നാണ്? റാപ്പിഡ് ആക്സിലറേഷൻ ആൻഡ് ഡീസിലറേഷൻ ഓഫ് ഇലക്ട്രോൺസ്. ഇനി അടുത്ത മൈക്രോവേവ്സ്, ക്ലിസ്ട്രോൺ വാൾസ് ആൻഡ് മാഗ്നെട്രോൺ വാൾസ്. ഇനി ഇൻഫ്രാറേസ്, വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ഒന്ന് പഠിച്ചേക്കുക. അതിന്റെ യൂസസ് എല്ലാം ഒന്ന് വായിച്ചു വെക്കുക. റെഡി? ഒരുപാട് യൂസസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് യൂസസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വിട്ടുപോകരുതേ. റെഡി? ഇനി അതിന്റെ ഡിറ്റക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. വിസിബിൾ ലൈറ്റിന്റെ റേഞ്ച് പറഞ്ഞിട്ടുണ്ട്, ആ റേഞ്ച് വെച്ചിട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. റെഡി? ഇനി ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം എമിറ്റ്സ് എ ലൈറ്റ് വെൻ ദേ ആർ മൂവ് ഫ്രം വൺ എനർജി ലെവൽ ടു അനദർ എനർജി ലെവൽ. അൾട്രാ വയലറ്റ്, ഇന്നർ ഷെൽ ഓഫ് ഇലക്ട്രോൺ ആറ്റംസ് മൂവിംഗ് ഫ്രം വൺ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവൽ. അതിന്റെ യൂസസും പറഞ്ഞിട്ടുണ്ട്. എക്സ്റേ ട്യൂബ്സ് ആൻഡ് ഇന്നർ ഷെൽ ഇലക്ട്രോൺ. എക്സ്റേസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എക്സ്റേസ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എക്സ്റേ നമ്മൾ ഫ്രാക്ചർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് യൂസ് ചെയ്യുന്നതാണ്. ഇനി മൈക്രോവേവ്സ് ഒക്കെ അറിയാം. റേഡിയോ വേവ്സ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റികളിൽ, മൈക്രോവേവ്സ് മൊബൈൽ ഫോൺ കാര്യങ്ങൾ നമ്മൾ മൈക്രോവേവ് ഓവനുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഫ്രാറെഡ് റേസ്, അപ്പോൾ റഡാർ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. റെഡി? നോക്കടാ. അങ്ങനെയാണെങ്കിൽ ദ ഗാമ റേസ് റേഡിയോ ആക്റ്റീവ്
റേഡിയോ ആക്റ്റീവ് ഡീക്കേൽ ഉണ്ടെന്നാണ് ഗാമ റേസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ഒന്ന് കാണാലോ. യെസ്, റെഡി? ഇതാ നോക്കി ഒന്ന് വായിച്ചേ. മൈക്രോവേവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദ്യം. ഇപ്പം പറഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ ഏതാ? ക്ലൈസ്ട്രോൺ വാൾവ് ആൻഡ് മാഗ്നട്രോൺ വാൾവ്. ഇനി അടുത്ത് എന്താ? വിസിബിൾ ലൈറ്റ് എന്താടാ? ഇലക്ട്രോൺ ആറ്റം ഇലക്ട്രോൺസ് എന്ത് ചെയ്യാം, ഒരു എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് പോകുന്ന സമയത്താണ് എന്ത് ചെയ്യുക, വിസിബിൾ ലൈറ്റ് എന്ത് ചെയ്യുക, പുറത്തേക്ക് എമിഷൻ നടക്കുക. അങ്ങനെയാണ് വിസിബിൾ ലൈറ്റ് എന്താടാ? 1. ഇനി ഗാമ റേസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് അറിയാം എന്താ ഗാമ റേസ് എവിടെ ഉണ്ടാകുന്നതാ? റേഡിയോ ആക്റ്റീവ് ഡീക്കേൽ ഉണ്ടാകുന്നതാ. ഇനി ഇൻഫ്രാറെഡ് ഇനി ലാസ്റ്റ് ഓപ്ഷനിലെ വൈബ്രേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. മക്കളെ ഇത്രയും നമ്മൾ പഠിച്ചിട്ട് അവസാന ഭാഗത്ത് വന്ന് ഈ ഡിസ്ക്രിപ്റ്റീവ് സാധനത്തിൽ നമ്മളെ മാർക്ക് പോകാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അത് അവിടെ പഠിക്കുക. റെഡി? എനിക്ക് തോന്നുന്നു ഈ ക്ലാസ് മാത്രം മതിയാകും ഇലക്ട്രോമാഗ്നറ്റിക് വേവില് നിങ്ങൾക്ക് ഈ നീറ്റ് എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ എന്ന് ഞാൻ പറയാണ്. കാരണം നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഏകദേശം 1 മാർക്കിനാണ് വരിക. ആദ്യത്തെ കേസിൽ എന്താണ് പറഞ്ഞത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ എങ്ങോട്ടേക്ക് പോയി? മാക്സ്വെൽ ഇക്വേഷനിലേക്ക് പോയിട്ട് മാക്സ്വെൽ എന്തുകൊണ്ട് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഉണ്ടാവാം എന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ ഡിഫറെന്റ് വേവ് ലെങ്ത്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിന്റെ അടിസ്ഥാനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസിഫൈ ചെയ്ത് എങ്ങനെയാണ്, ഇനി അതിന്റെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഓർഡർ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി വളരെ റിവിഷൻ ഒന്നൊന്ന് എന്ത് ചെയ്യുക, ഇതിലൂടെ ഈ ചെയ്ത പ്രോബ്ലംസിലൂടെ ഒന്നുകൂടി എന്ത് ചെയ്യുക, ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക. കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, മിസ് ചെയ്യില്ല. അതുകൊണ്ട് ഇനി അടുത്ത റേ ഒപ്റ്റിക്സ് ആണ് പോകേണ്ടത്. ഏകദേശം നമ്മൾ ഇതുവരെ പഠിച്ച ചാപ്റ്ററിനൊക്കെ കുറച്ചൊരു ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നിങ്ങൾ ഫെമിലിയർ ആണ്. റേ ഒപ്റ്റിക്സ് ഈസ് വെരി ഡിഫറെന്റ് ഫ്രം ഇലക്ട്രോമാഗ്നറ്റിക്. ഇതുവരെ പഠിച്ച ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ല, നമ്മൾ കുറച്ച് റേ ഡയഗ്രത്തിലും റേ ഒപ്റ്റിക്സിലേക്കാണ് പോകുന്നത്. സോ കൃത്യമായിട്ട് അതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. റെഡി അല്ലേ? ടെൻഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ എന്ത് ചെയ്യുക, ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ എന്തൊക്കെയാണ് സാർ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് സാർ പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നിങ്ങളെല്ലാം ഒന്ന് ചെയ്തു നോക്കുക. കാരണം കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ചെയ്യുമ്പോഴാണ് അത് എന്ത് ചെയ്യുക, റിസൾട്ടിലേക്ക് പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി കാണാം. ഓക്കെ, ബൈ.